അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാൻ മാസം നമ്മിലേക്ക് അണഞ്ഞിരിക്കുന്നു. മണ്ണിലും വിണ്ണിലും അള്ളാഹുവിൻ്റെ സർവ്വ ചരാചരങ്ങളും പടപ്പുകളുമെല്ലാം അവനെ സ്തുതിച്ചുകൊണ്ടും അവൻ്റെ മഹത്വങ്ങൾ വാഴ്ത്തിയും സദാസമയം അള്ളാഹുവിൻ്റെ ശുക്രിലായി വിനിയോഗിക്കുന്ന അനർഘ നിമിഷങ്ങളാണ് ഇനിയുള്ള ഒരു മാസക്കാലം. വിശുദ്ധമായ റമദാൻ സമാഗതമായ ഒരു വേളയിൽ അള്ളാഹുവിൻ്റെ തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുചരരെ വിളിച്ചു വരുത്തി. അവരോട് പറഞ്ഞ ചില സാരോപദേശങ്ങൾ നമുക്ക് കാണാം. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന സുദീർഘമായ ഒരു ഹദീസ്, യാ അയ്യുഹന്നാസ് അത് അളല്ലക്കും ഷഹ്റുൻ അളീമുൻ മുബാറക്കുൻ എന്ന് തുടങ്ങി പവിത്രമായ റമദാനിൻ്റെ ഓരോ പുണ്യങ്ങളും ശ്രേഷ്ഠതകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ എണ്ണി എണ്ണി പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ലൈലത്തുൽ ഖദറിനെ കുറിച്ച് അതിൽ അള്ളാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനവരതം തുടർന്നുകൊണ്ടിരിക്കുന്ന റഹ്മത്തുകളെക്കുറിച്ചും ആത്മാർത്ഥമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമുക്തിക്ക് വേണ്ടി ചോദിക്കുന്ന അവൻ്റെ അടിയാറുകൾക്ക് അള്ളാഹു നൽകുന്ന മഗ്ഫിറത്തിനെ കുറിച്ചും കഠോരമായ റബ്ബിൻ്റെ ശിക്ഷയുടെ ഗേഹമായ നരകത്തിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടി യാചിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എല്ലാം അതിൽ പറയുന്നുണ്ട്. നോമ്പുകാരെ നോമ്പ് തുറപ്പിച്ചാലുള്ള മഹത്വങ്ങളെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പുണ്യങ്ങൾ അതിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസത്തെ ഷഹ്റുൽ മുവാസാത്ത് എന്ന് പരിചയപ്പെടുത്തുന്നത് കാണാം. അതായത് തൻ്റെ സഹജീവികൾക്ക്, കൂടെ ജീവിക്കുന്നവർക്ക് എല്ലാ അർത്ഥത്തിലും താങ്ങും തണലുമാകാൻ വിശുദ്ധമായ റമദാനിനെ ഒരു വിശ്വാസി ഉപയോഗപ്പെടുത്തണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. ഇമാം തീബി റഹിമഹുല്ലാ ഈ ഹദീസിന് നൽകിയ ഒരു വ്യാഖ്യാനത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് കാണാം. വഫീഹി തംബീഹുൻ അലൽ ജൂദി വൽ ഇഹ്സാനി അലാ ജമീഇ അഫ്റാദിൽ ഇൻസാൻ ലാ സിയമാ അലൽ ഫുഖറാഇ വൽ ജീറാൻ. തൻ്റെ സഹജീവികൾക്ക്, പാവപ്പെട്ടവരും അയൽവാസികളുമായ ആളുകൾക്ക് പ്രത്യേകിച്ചും എല്ലാ മനുഷ്യർക്ക് തന്നെയും ഈ മാസത്തിൽ കാരുണ്യവർഷം ചൊരിയാൻ ഒരു വിശ്വാസിക്ക് ഈ ഹദീസ് വളരെയധികം പ്രചോദനം നൽകുന്നുണ്ട്. നമ്മുടെ കൂടെ ജീവിക്കുന്നവർ, നമ്മളുടെ കൂടപ്പിറപ്പുകൾ, അവരിൽ പ്രയാസം അനുഭവിക്കുന്നവർ, അതുപോലെ നൂറുകൂട്ടം പ്രശ്നങ്ങൾ നേരിടുന്നവർ, സാമ്പത്തികമായി ഞെരുക്കമുള്ളവർ, അവർക്കൊക്കെയും താങ്ങും തണലുമാകാൻ ഈ വിശുദ്ധമായ റമദാൻ നമുക്ക് ഉപകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.